NSS നേതൃത്വത്തിന്റെ പിന്തുണ പൂർണ്ണമായും LDF-ന് എന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. ആഗോള അയ്യപ്പ സംഗമത്തിൽ LDF സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച NSS ജനറൽ സെക്രട്ടറി നിലപാട് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് വിലയിരുത്തപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹവുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു കുര്യന്റെ ഈ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചും കോൺഗ്രസിനെയും BJP-യും വിമർശിച്ചും ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നത്. ഇതോടെ കോൺഗ്രസുമായി NSS അകലുന്നുവെന്ന പ്രതീതിയും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. തുടർന്നാണ് എക്കാലത്തും NSS-ന്റെ വിശ്വസ്തനും മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കറും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ PJ കുര്യൻ അനുനയ നീക്കത്തിന് രംഗത്തെത്തിയത്. LDF-നെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നിലപാട് NSS സ്വീകരിച്ചിട്ടില്ല. ശബരിമല വിഷയത്തിൽ മാത്രമാണ് സർക്കാരിന് പിന്തുണയെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കിയതായി കുര്യൻ പറഞ്ഞു. NSS-ന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നും സമദൂരം എന്ന മുൻ നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. PJ കുര്യനുമായുള്ള കൂടിക്കാഴ്ച കോൺഗ്രസുമായുള്ള NSS-ന്റെ അകൽച്ച കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെട്ടു. NSS ആസ്ഥാനത്ത് വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ LDF സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ നിലപാട് സംബന്ധിച്ച് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ്. 2018-ൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിൽ യുവതീ പ്രവേശനം നടപ്പാക്കുന്നതിനെതിരെ NSS കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നാമജപ ഘോഷയാത്രയും അന്ന് നടത്തിയിരുന്നു. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് മുൻപ് VS സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം നിലവിലെ ഇടത് സർക്കാർ ഇതുവരെ പിൻവലിക്കാനും തയ്യാറായിട്ടില്ല. തുടർന്ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധിയെ അയക്കുകയും സംഗമത്തെ പിന്താങ്ങിക്കൊണ്ട് ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വരികയും ചെയ്തത് വലിയ വിവാദമായിരുന്നു.